ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ സുരേഷ് ഗോപിക്ക് കോടതിയിൽ കനത്ത തിരിച്ചടി. തൃശൂരിലെ ലോക്സഭാംഗത്വം റദ്ദാക്കണമെന്ന ആവശ്യം നിലനിൽക്കുമെന്ന ഹൈക്കോടതി. CPI നേതാവിന്റെ ഹർജിയിൽ സുരേഷ് ഗോപി വിചാരണ നേരിടണം. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി ചേരുകയാണ്. ശ്യാം, എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പരാമർശം? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് സുരേഷ് ഗോപി തെരഞ്ഞെടുക്കപ്പെട്ടത്. സുരേഷ് ഗോപിയുടെ ഈ ലോക്സഭാ അംഗത്വം തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നതായിരുന്നു CPIയുടെ നേതാവ് AS ബിനോയിയുടെ ആവശ്യം. ഈ ഹർജി നിലനിൽക്കും, ഈ തെരഞ്ഞെടുപ്പ് ഹർജി നിലനിൽക്കുമെന്നാണ് ഹൈക്കോടതിയുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട വിധി. ഈ ഹർജി തള്ളണം, ഹർജി നിലനിൽക്കില്ല എന്ന സുരേഷ് ഗോപിയുടെ ഉപഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളുകയും ചെയ്തു. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് കേസിൽ സുരേഷ് ഗോപി വിചാരണ നേരിടണമെന്നാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം. ഇതനുസരിച്ച് ഹൈക്കോടതി തുടർ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണം എന്നായിരുന്നു, തൃശ്ശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നായിരുന്നു CPI നേതാവിന്റെ ആവശ്യം. ഇതിൽ സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചും മതവികാരം ഇളക്കിവിട്ടും വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നായിരുന്നു ഈ ഹർജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം. CPI നേതാവിന്റെ ആക്ഷേപം ഇത് തെരഞ്ഞെടുപ്പ് ക്രമക്കേടാണ് എന്നായിരുന്നു ഹർജിയിൽ ആരോപിച്ചത്. കോടതി ഇക്കാര്യത്തിൽ സ്വീകരിച്ച നിലപാട് ഈ ഹർജി നിയമപരമായി നിലനിൽക്കുന്നില്ലെന്ന സുരേഷ് ഗോപിയുടെ വാദം ഹൈക്കോടതി തള്ളുന്നു. ഒപ്പം ഈ തെരഞ്ഞെടുപ്പ് കേസിൽ സുരേഷ് ഗോപി വിചാരണ നേരിടണം എന്നാണ് ജസ്റ്റിസ് കൗസറുടെ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് നിരീക്ഷിക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെ ഘട്ടത്തിൽ, ഏതൊക്കെ സാഹചര്യത്തിൽ ഇത്തരം പ്രചാരണം നടത്തിയെന്നാണ് ശ്യാം? ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ഘട്ടത്തിലാണ് മതചിഹ്നങ്ങൾ ഉപയോഗിച്ചും മതവികാരം ഇളക്കിവിടുന്ന രീതിയിലും വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചത് എന്നായിരുന്നു തെരഞ്ഞെടുപ്പ് ഹർജിയിലെ പ്രധാനപ്പെട്ട ആരോപണം. അതിനാവശ്യമായ തെളിവുകളടക്കം, ചിത്രങ്ങളും ദൃശ്യങ്ങളും അടക്കം ഹർജിക്കാരൻ കോടതിയിൽ നൽകുകയും ചെയ്തിരുന്നു. ഇതുകൂടി പരിഗണിച്ചാണ് ഈ ഹർജി നിലനിൽക്കും, തെരഞ്ഞെടുപ്പ് ഹർജി നിലനിൽക്കും, തെരഞ്ഞെടുപ്പ് ഹർജിയിൽ വിശദമായ വാദം കേൾക്കേണ്ടതുണ്ട്. ഒപ്പം സുരേഷ് ഗോപി ഈ കേസിൽ വിചാരണ നേരിടേണ്ടതുണ്ട് എന്ന് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നത് സുരേഷ് ഗോപിയെ സംബന്ധിച്ച കനത്ത തിരിച്ചടിയാണ്. കാരണം ഉപഹർജിയിലൂടെ സുരേഷ് ഗോപി ആവശ്യപ്പെട്ടത് ഈ ഹർജി നിലനിൽക്കില്ല എന്ന വാദമാണ്. നിലനിൽക്കുമോ എന്ന് പരിശോധിക്കണം. ഒപ്പം ഈ ഹർജി നിലനിൽക്കില്ല എന്ന വാദവും ഉയർത്തിയിരുന്നു. പക്ഷേ ഹൈക്കോടതി സുരേഷ് ഗോപിയുടെ ഉപഹർജി തള്ളുകയാണ് ചെയ്തത്. ഒപ്പം ഈ ഹർജി നിലനിൽക്കും, സുരേഷ് ഗോപി വിചാരണ നേരിടണമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. സുരേഷ് ഗോപിയെ സംബന്ധിച്ച് തിരിച്ചടിയാണ്. തെരഞ്ഞെടുപ്പ് ഹർജി നിലനിൽക്കുമെന്നതാണ്. ഒരുപക്ഷെ ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി ശ്യാം ദേവരാജ്, ഞാൻ വരാം ഇപ്പോൾ.